ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഉള്ളിക്കറിയുടെ റെസിപ്പിയാണ് ഇന്ന്. ചോറിനും ചപ്പാത്തിക്കും ഒപ്പം സൈഡ് ഡിഷായിട്ട് എടുക്കാവുന്നതാണ്. ചപ്പാത്തിക്കായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ച് വ്യത്യാസമുണ്ട്. എല്ലാം വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എന്നാൽ ശരി, വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഏകദേശം നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻ പുളി വെള്ളത്തിലിട്ട് മാറ്റിവെക്കുക. ചൂടുവെള്ളമായാലും സാധാ വെള്ളമായാലും പ്രശ്നമില്ല. പുളി നന്നായിട്ട് വെള്ളത്തിൽ കുതിർന്ന് കിട്ടണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയുമാണ്. ഞാനിവിടെ ഏകദേശം 25ഓളം ചെറിയ ഉള്ളിയും അത്രത്തോളം തന്നെ ചെറിയ വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ അളവ് ഓരോരുത്തരുടെയും ഇഷ്ടപ്രകാരം ചേർക്കാം. ടേസ്റ്റ് അധികം ഇഷ്ടമല്ലാത്തവർക്ക് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം, അല്ലെങ്കിൽ രണ്ടും സമാസമം വരുന്ന അളവ് വരെ എടുക്കാം. വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. ചെറിയ ഉള്ളി അരിയുമ്പോഴേ കണ്ണ് നീർന്ന ആരൊക്കെയുണ്ട്? എനിക്ക് കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് വരുമായിരുന്നേ. എന്നാൽ അതിനൊരു ടിപ്പ് പറഞ്ഞു തരട്ടെ. ഉള്ളി തൊലി കളഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് തണുത്ത വെള്ളത്തിലോ അല്ലെങ്കിൽ നോർമൽ വെള്ളത്തിലോ ഇട്ട് വെക്കുക. കണ്ണിൽ നിന്ന് വെള്ളം വരില്ല. ഇതുവരെ അറിയാത്തവരും ചെയ്ത് നോക്കാത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കൂടാതെ ഇങ്ങനെ പിച്ചാത്തിയുടെ തുമ്പത്ത് ചെറിയ ഉള്ളി കുത്തി വെക്കാറുമുണ്ട് അരിയാൻ നേരത്ത്. പക്ഷെ ആദ്യം പറഞ്ഞ ടിപ്പാണ് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യാറുള്ളവരൊന്ന് കമന്റ് ചെയ്യണേ. വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും അരിഞ്ഞെടുക്കാം. വട്ടത്തിൽ വേണമെങ്കിലും അരിയാം, നീളത്തിൽ വേണമെങ്കിലും അരിയാം. ഒരുപാട് വലുപ്പത്തിലായി പോകാതിരുന്നാൽ മതി. ഞാനെല്ലാം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ച് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. 2 വറ്റൽ മുളക്, 1 തണ്ട് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. പാകമായി വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. കൂട്ടത്തിൽ 4 പച്ചമുളക്, 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. പച്ചമുളകിന്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ ഉപ്പ് ചേർക്കുന്നത് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടാനാണ്. കളർ മാറി ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റിയെടുക്കണം. പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. 30 സെക്കൻഡൊക്കെ മതിയാകുവേ. മുളക് പൊടി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പച്ചമുളകും ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളി അത് തിരുമ്മി അതിന്റെ കൊന്തെല്ലാം മാറ്റിയിട്ട് ആ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് തന്നെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പുളി കുതിർത്ത് വെച്ചിരുന്ന 1 ഗ്ലാസ് വെള്ളവും കൂടാതെ 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. അതുകൊണ്ട് അവരവരുടെ ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ഇപ്പം ചേർത്ത് കൊടുക്കുക. ചോറിന് കൂട്ടാനാണ് ഉള്ളിക്കറി തയ്യാറാക്കുന്നത് എന്നുണ്ടെങ്കിൽ പുളി കൂട്ടി എരിവ് കൂട്ടി ഈ പറഞ്ഞ രീതിയിൽ തയ്യാറാക്കാം. ഇനിയല്ല ചപ്പാത്തി പോലുള്ളവയ്ക്കാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ പുളി കുറച്ച് എരിവും മല്ലിപ്പൊടിയും കൂടുതൽ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഉള്ളിക്കറി ഇപ്പോൾ പാകത്തിന് കുറുകി എണ്ണയെല്ലാം മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1-2 ചേരുവകൾ കൂടി ചേർക്കാനുണ്ട്. 1/4 ടീസ്പൂണിന് താഴെ കായപ്പൊടി, ചെറിയൊരു കഷ്ണം ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. എരിവും പുളിയും ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. എരിവും പുളിയും മധുരവും കൂടി വരുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഈ സമയത്ത് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിക്കറി റെഡി ആയിട്ടുണ്ട്. ഉടനെ തന്നെ എടുക്കരുത്, ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഉള്ളിയുടെ തൊലി പൊളിച്ചെടുക്കുന്ന പാടേ ഉള്ളൂ. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഒരു തവണ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മൾ തയ്യാറാക്കി നോക്കൂ, അത് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്